വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്ന് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തൊരു കിളി കൂട് വെച്ചു. ഇവിടങ്ങളിലൊക്കെ തൊപ്പിക്കിളി എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെ എന്നാ പേര് പറയുന്നതെന്ന്. അപ്പോൾ കുഞ്ഞ് മുട്ടയിട്ടതും വിരിഞ്ഞതും കണ്ണ് വിരിഞ്ഞതും പിന്നെ തള്ളക്കിളി വന്ന് ഫുഡ് കൊടുക്കുന്ന അങ്ങനെ സ്റ്റെപ്പായിട്ട് തന്നെയാണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഒരു സ്മോൾ വീഡിയോ ആണ്, എല്ലാവരും കാണുക. പറഞ്ഞ് വലിച്ച് നീട്ടി നിങ്ങളെ ആരും ഞാൻ ബോറടിപ്പിക്കുന്നില്ല. വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ തൊപ്പിക്കിളി. മുട്ടയ്ക്ക് ചൂട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. 24th മോർണിങ്ങിനാണ് ഞാനിത് കാണുന്നത്. അന്ന് മുതലുള്ള വീഡിയോസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും കിളിയുടെ ഒരു ഗ്രോ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. 25th കഴിഞ്ഞ് 24th കഴിഞ്ഞ് 3rd മാർച്ച് ആയപ്പോഴത്തേക്ക് കുഞ്ഞിന് മുട്ട വിരിഞ്ഞു. ഇത് അമ്മക്കിളി അപ്പൻകിളിയുമാണ്. അവരെപ്പോഴും ഷിഫ്റ്റാണ് കേട്ടോ. ഒരാൾ വന്ന് ഫുഡ് കൊടുക്കും, മറ്റേ ആൾ വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് അവർ വരുന്നത്. ഇതാണ്ട് ഇപ്പോൾ ഒരാൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞ് വിരിഞ്ഞതിന് ശേഷം ഒരാഴ്ച വരെ അവർ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് കൊണ്ടുവരുവാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ 2nd വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രാണികളെയൊക്കെ കൊടുത്തു തുടങ്ങും. ഇത് 8th മാർച്ച് 3rd മാർച്ച് കഴിഞ്ഞ് 8th മാർച്ച് ആയപ്പം കുഞ്ഞ് കുറച്ചുകൂടെ ഗ്രോ ആയി. 10th മാർച്ച് ആയപ്പം കണ്ണ് വിരിഞ്ഞിട്ടില്ല, ചിറകൊക്കെ ഒന്ന് ഇതായി തുടങ്ങി. ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്ന് പറക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അമ്മക്കിളി വന്ന് ട്രെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നി. ഇടയ്ക്കിടയ്ക്ക് പറക്കാനുള്ള ഒരു ആവേശം ഉണ്ട്. ഇപ്പോഴും വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്ന് നോക്കും, ഫുഡ് കൊടുക്കും. 12th മാർച്ച് ആയപ്പം ബേബി ബേർഡ് കുറച്ചുകൂടെ ഒന്ന് ഗ്രോ ചെയ്ത് തുടങ്ങി. 14th മാർച്ച് ആയപ്പോഴാണ് അതിൻ്റെ കണ്ണ് പൂർണ്ണമായും വിരിഞ്ഞു. ഇത് 16th മാർച്ച് ലേറ്റസ്റ്റ് വീഡിയോ ആണ്. ഇനി പറക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചിറകൊക്കെ എല്ലാം ഓക്കെ ആയി, കറക്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. പറക്കാനുള്ള സ്റ്റേജിലേക്ക് ബേബി ബേർഡ് എത്തിയിട്ടുണ്ട്. ഇനി ഇതിന് എന്നാണ് പറക്കാമെന്ന് കാര്യത്തിൽ തള്ളക്കിളി വന്ന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് മോർണിംഗിൽ കിളിക്കുഞ്ഞ് പറന്നു പോയി. എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഒരുപാട് സന്തോഷം തോന്നി. നിങ്ങൾക്കൊക്കെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അങ്ങനെ ബൈ, താങ്ക് യു.